ലാത്തി ചാർജ് കഴിഞ്ഞ സ്ഥലം പോലെ കിടക്കണ കണ്ട ലെയേർഡ് സ്കേർട്ട് ഇന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമ്മുടെ മെഷീൻ പണി മുടക്കിയില്ലേ, 2 സൈഡിൻ്റെ ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ലോക്ക് ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ ഇതേ പടപടയുന്ന ഒരു ശബ്ദം കേട്ട് അടിയിലത്തെ നൂല് പിടിക്കണം, അങ്ങനെ എന്തൊക്കെയോ. മിക്കപ്പോഴും നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്യണതാണ്, പക്ഷെ നമ്മുടെ അമിതമായ ഉപയോഗം കാരണം ഒന്ന് ഓയിലിട്ട് വെക്കാമെന്ന് കരുതി. ഈ 6 ലെയറും ഇന്റർലോക്ക് ചെയ്ത് വന്നപ്പോഴേ മെഷീൻ അങ്ങോട്ട് അനങ്ങണില്ല. ഈ മെഷീൻ കൈ കിട്ടിയപ്പോൾ തുടങ്ങി ഇതിനെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലാണ്. വേറെ വല്ല മെഷീനായിരുന്നെങ്കിൽ പണ്ടേ കളയേണ്ടി വന്നു. മെഷീൻ ഓയിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ പറമ്പിലൊക്കെ വന്ന് വീഡിയോ എടുക്കുകയാണ്. ഇഷ്ടംപോലെ തുമ്പികളുണ്ടായിരുന്നു. പിന്നെ ശീതുവിനെ വിളിച്ച് കുറച്ചു നേരം വിശേഷമൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മുടെ വീട്ടിൽ പുഴുങ്ങാൻ മാത്രം വിധിക്കപ്പെട്ട കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതിനൊന്ന് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം വറുത്ത് നല്ലൊരു അടിപൊളി പഴംപൊരിയാക്കി എടുത്ത്. അപ്പോഴേക്ക് നമ്മുടെ മെഷീനൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മെഷീനത്തിന്റെ റിവ്യൂ ചോദിക്കുന്നവരോട് ഞാൻ പറയും, ധൈര്യമായിട്ട് വാങ്ങിച്ചോ, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ബെഡ്ഷീറ്റും ജീൻസും എന്തിനും ചവിട്ടി വരെ ഞാനിത് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആവശ്യമുള്ള സമയത്ത് പുള്ളിക്കാരനോട് ചെറിയ ചുമയൊക്കെ ചുമച്ചോടെ ഇരിക്കുന്നത്. ഇനി ചായയും പഴംപൊരിയും കഴിച്ചിട്ട് നമ്മുടെ പാവാട ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ നാളെ കാണാം ട്ടാ.